നമുക്ക് ഈ പ്രോജക്റ്റ് ടൈഗർ എന്ന പാഠത്തില് 8ാമത്തെ പാരഗ്രാഫ് തൊട്ടാണ് തുടങ്ങുന്നത്. ഇതില് ഒരുപാട് ബുദ്ധിമുട്ടുള്ള വാക്കുകളോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ ഓരോ വരികളും കൃത്യമായിട്ട് അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ അർത്ഥം എന്താണ്, ഈ കഥയുടെ ഉള്ളടക്കം എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് വീഡിയോ കാണാതിരിക്കാൻ കഴിയില്ല എന്നർത്ഥം. ഒരു പാഠം ഒരു ടീച്ചർ എങ്ങനെയാണ് എടുക്കുന്നത്, ഒരു പാഠം മനസ്സിലാവേണ്ട കുട്ടികൾക്ക്. ഇവിടെ സത്യജിത് റേ എന്ന ലോക പ്രശസ്തനായ ഇന്ത്യക്കാരൻ ഫിലിം മേക്കർ, അദ്ദേഹത്തിന്റെ സിനിമ ടൈഗറെ വെച്ചുകൊണ്ടുള്ള ആ സിനിമയുടെ ഷൂട്ടിങ്ങില് തന്റെ എഫേർട്സുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശരിയല്ലേ? വളരെ മനോഹരമായിട്ടുള്ള പോർട്രേറ്റ് ആണത്. ഓക്കെ, അപ്പോ അടുത്ത പാരഗ്രാഫ് നോക്കൂ. യെറ്റ് എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്, നോട്ട് ഇംപോസിബിൾ ടു ഹാൻഡിൽ. ഇംപോസിബിൾ എന്ന് വെച്ചാൽ അസാധ്യം. നോട്ട് ഇംപോസിബിളോ അതിന്റെ മീനിങ് പോസിബിൾ എന്നാണ്. ശരിക്കും ഒരു നായയുടെ കാര്യം പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്, എങ്കിലും ഹാൻഡിൽ ചെയ്യാൻ സാധ്യമാണെന്നർത്ഥം അല്ലേ? ഒരു നായയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധ്യമാണ് എന്നാണ് പറയുന്നത്. What was one supposed to do if there was a need for a tiger in a film? ഇനി കാര്യത്തിലേക്ക് കിടക്കുകയാണ്. പക്ഷെ ഒന്നാലോചിച്ച് നോക്കൂ. What was one supposed to do? ഒരു ഫിലിം മേക്കർ എന്താ ചെയ്യുക? If there was need for a tiger in a film, തന്റെ സിനിമയുടെ ഭാഗമായിട്ട് കഥാനായകനായിട്ട് ഒരു ടൈഗറിനെ ആവശ്യമുണ്ടെന്ന് കരുതൂ. എന്ത് ചെയ്യും? We had to deal with this problem. ഈ ഒരു പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ച് അഭിമുഖീകരിക്കേണ്ടി വന്നത്. When we were shooting, ഞങ്ങളുടെ ഷൂട്ടിംഗ്, ആ സിനിമയുടെ പേരെന്താണ്? ഗൂപ്പി, ഗ്യാനി, ബാഗ, ബ്യാനി. മനസ്സിലായോ? സിനിമയുടെ പേര് അത്. മനസ്സിലായില്ലേ? ആ സിനിമയില് ഗൂപ്പി, ഗ്യാനി, ബാഗ, ബ്യാനി. ബംഗാളി ഭാഷയാണത്. മനസ്സിലായില്ലേ? ബംഗാളുകാരനാണല്ലോ ഇയാള്. ആ സിനിമയിലേക്ക് ഒരു ടൈഗറെ ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, ഇൻ ദ ഫിലിം, ആ സിനിമയില് ഗൂപ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഹു ഈസ് ബാനിഷ്ഡ്. എന്താ ബാനിഷ്ഡ് അർത്ഥം? നാട് കടത്തപ്പെടുക. ഓക്കെ, ബൈ ദ കിങ്, രാജാവിനാൽ നാട് കടത്തപ്പെട്ട ഗൂപ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അയാള് നാട് കടത്തപ്പെട്ട് ഒരു ഫോറസ്റ്റിൽ എത്തിപ്പെടുകയാണ്, ഒരു കാട്ടിൽ എത്തിപ്പെടുകയാണ് ആ ഗൂപ്പി എന്ന് പറയുന്ന ആള്. ഓക്കെ, മീറ്റ്സ് ബാഗ. അവിടെ വെച്ച്, കാട്ടിൽ വെച്ച് ബാഗ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടി. അയാളാരാ? ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. അയാളും നാട് കടത്തപ്പെട്ടവനാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ പരസ്പരം രാജാവിനാൽ നാട് കടത്തപ്പെട്ട രണ്ട് വ്യക്തികള് ഒരു കാട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നതാണ് ഏത്? ഈ സിനിമ. ഇതിവൃത്തല്ല പറയുന്നത്, അതിന്റെ ഒരു ലൊക്കേഷൻ പറയണമെന്ന് മാത്രം. ഓക്കെ, they see a tiger and freeze. അതിന്റെ ഇടയിൽ കാട്ടിൽ വെച്ച് രണ്ടുപേരും ഒരു ടൈഗറിനെ കാണാൻ ഇടവരുന്നു. ടൈഗറിനെ കണ്ട് മാത്രമേ കയറി ഓടിച്ചെന്ന് അളിയാന്ന് പറഞ്ഞിട്ട് ഉമ്മവയ്ക്കുക ചെയ്യാ? അല്ല, അവര് കാണലും ഫ്രീസായി. എന്താ ഫ്രീസാവാന്ന് പറഞ്ഞാല്? ഉരുകിപ്പോവാന്ന് പറയില്ലേ? പേടിച്ചിട്ട് ജീവനില്ലാത്ത അവസ്ഥകളിൽ അഭിനയിക്കണം. ഓക്കെ, ബട്ട് ദ ടൈഗർ സിംപ്ലി വോക്സ്. പക്ഷേ ആ സിനിമയിൽ ഇത്രയേ ഉള്ളൂ. ടൈഗർ സിംപ്ലി വോക്ക് അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ്. ആ സിനിമയില് ടൈഗർ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്നു, അത്രയേ ഉള്ളൂ. വിതൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. ഈ ഗൂപ്പി ആണെങ്കിലും ബാഗയാണെങ്കിലും രണ്ടുപേരും തീരെ ശ്രദ്ധിക്കാതെ, സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ പോലും കൊടുക്കാതെ ആ ടൈഗർ ഇങ്ങനെ നടന്നു പോണു. അതാണ് ചിത്രീകരിക്കേണ്ടത്. ഓക്കെ, യെസ്. 9ാമത്തെ പാരഗ്രാഫ്. ഹാവിംഗ് തോട്ട് ഓഫ് ദ സീൻ. ഈ രംഗത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. ഞങ്ങൾക്ക് അതൊന്ന് ഷൂട്ട് ചെയ്യണമായിരുന്നു. Okay, but were there
ബട്ട് വേർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ? പക്ഷെ എവിടുന്ന് ഒരു ടൈഗറെ സംഘടിപ്പിക്കും? അതാണ് ചോദ്യം. ദ ഒബിയോസ് എന്ന് വെച്ചാൽ ക്ലിയർ എന്നർത്ഥം, വ്യക്തമായ. The obvious thing to do was to look in a circus. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു സർക്കസിൽ, ഏതെങ്കിലും ഒരു സർക്കസിൽ പോയാല് അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ടൈഗറിനെ കിട്ടൂല്ലോ, അല്ലേ? സിൻസ് ദേ were likely to have trained animals. അവറ്റങ്ങൾ വളരെ പരിശീലനം കിട്ടിയ ടൈഗർ ആയതുകൊണ്ട് എളുപ്പമല്ലേ കാര്യങ്ങൾ എന്ന് വിചാരിച്ചു. As a matter of fact, സത്യത്തിൽ one called ഭാരത് സർക്കസ്, നമ്മള് ഭാരത് സർക്കസ് കേട്ടിട്ടില്ലേ? അത് was visiting കൽക്കത്ത at the time. ആ സമയത്ത് ഭാരത് സർക്കസ് കൽക്കത്തയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയർ. ബംഗാളിലെ തന്നെയുള്ള കൽക്കത്തയിലുള്ള ഒരു പ്ലോട്ടിന്റെ പേരാണ് മാർക്കസ് സ്ക്വയർ എന്ന സ്ഥലത്ത്. മാർക്കസ് സ്ക്വയർ എന്ന സ്ഥലത്ത് പിന്നെ മാർക്കസ് സ്ക്വയർ എന്ന സ്ഥലത്ത് ഭാരത് സർക്കസ് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. We sent someone to make an appointment with its Tamil manager. ശരി, നമുക്ക് ഭാരത് സർക്കസിലേക്ക് ഒന്ന് പോവാം. അവിടെ പോയിട്ട് ചോദിച്ചു നോക്കാം, എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. അവിടെ ഞങ്ങളൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു. ഒരു തമിഴ് മാനേജറായിരുന്നു. അപ്പൊ പിന്നെ പെരുമാറാൻ നോക്കാം. And then went to meet him one morning. ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്തു. ഒരു ദിവസം അവരെ കാണാനായിട്ട്, ഈ തമിഴ് മാനേജറെ കാണാനായിട്ട് ഞങ്ങള് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം ഞങ്ങള് അവിടേക്ക് കാണാനായിട്ട് പോയി. He greeted us warmly and ordered South Indian coffee for us. അവിടെ ചെന്നപ്പോ ഞങ്ങൾക്ക് warmly, ഊഷ്മളമായ സ്വീകരണമായിരുന്നു കിട്ടിയത്. ആൻഡ് ഓർഡേർഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ us. ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ കാപ്പി ഞങ്ങൾക്ക് ഓർഡർ ചെയ്തു. ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ്. മാനേജർ കേട്ടു ഞങ്ങളുടെ കാരണം. എന്ന് വെച്ചാൽ ഇവിടെ ആ മാനേജറെ സന്ദർശിക്കാനുള്ള കാരണം ഞങ്ങൾ മാനേജരോട് പറഞ്ഞു. ദെൻ സെന്റ് ഫോർ വൺ മിസ്റ്റർ തോരറ്റ്. ഈ വാക്ക് ശ്രദ്ധിക്കണം, മിസ്റ്റർ തോരറ്റ്. ഇത് കേട്ടതും മാനേജര് തോരറ്റ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി, ആ ചങ്ങാതിക്ക് വേണ്ടി ആളയച്ചു. ആ ചങ്ങാതി വന്നു. ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. മിസ്റ്റർ തോരറ്റ് ആരാണ്? അദ്ദേഹം റിംഗ് മാസ്റ്റർ ആണ്. എന്താ റിംഗ് മാസ്റ്റർ അറിയാലോ? പരിശീലനം കൊടുക്കുന്ന ആള് അയാളാണ്. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ. അയാളും സൗത്ത് ഇന്ത്യൻകാരനാണ്, സൗത്ത് ഇന്ത്യനാണ്. വെരി വെൽ ബിൽട്ട്, നല്ല മസിലൊക്കെ ഉള്ള ഒരാള്. വെരി വെൽ ബിൽട്ട് വിത്ത് ഫീച്ചേഴ്സ്. ചേഷ്ടകളൊക്കെ കാണുമ്പോ സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. കണ്ടു കഴിഞ്ഞാൽ ശരീരഭാഷ നോക്കിക്കഴിഞ്ഞാൽ ഒരു നേപ്പാളി ലുക്ക്. ഓക്കെ. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. ഒരു 40 വയസ്സിനേക്കാൾ മേലെ തോന്നിക്കില്ല. നോ മോർ ദാൻ 40. 40 വയസ്സിനേക്കാൾ മേലെ തോന്നിക്കാത്ത നല്ല ശരീരമൊക്കെയുള്ള ഒരു നേപ്പാളി ശരീരഭാഷയൊക്കെയുള്ള ഒരാള് മിസ്റ്റർ തോരറ്റ്. അപ്പോ ഈ മിസ്റ്റർ തോരറ്റിനെ കുറിച്ച് കൊച്ചു കൊച്ചു ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഈ പാഠം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ വീഡിയോ ക്ലാസ്സുകൾ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം. ഓക്കെ. ഹി ഷോഡ് us. അദ്ദേഹം സംസാരത്തിനിടയിൽ കാണിച്ചു തന്നു. എന്താ കാണിച്ചു തന്നത്? എൻ ഓൾഡ് സ്കാർ. ഒരു പഴയ ഒരു സ്കാറ്, പഴയൊരു കാറ് കാണിച്ചു തന്നു. നല്ല സ്കാർ എന്ന് വെച്ചാൽ അവിടെ ഒരു അടയാളം കാണിച്ചു തന്നു. ഓൺ ഹിസ് ഫോർ ആം, തന്റെ കയ്യില് ആ മുട്ടിന് മേലെ അവിടെ ഒരു സ്കാറ് കാണിച്ചു തന്നു, ഒരു അടയാളം കാണിച്ചു തന്നു. വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. ഞങ്ങൾ ചോദിച്ചു ഇത് എന്താ സംഭവിച്ചത്, എങ്ങനെയാ ഈ മുറിവ് കിട്ടിയത് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അത് ഈ ടൈഗർ, നിങ്ങൾ ചോദിച്ച ടൈഗർ ഉണ്ടല്ലോ, ആ ടൈഗർ കാരനാണെന്ന് പറഞ്ഞു. ടൈഗർ ഉമ്മ വെച്ചിണ്ടാവും, അതല്ലേ, ഒരു കടിയ കൊടുത്തിണ്ടാവും, അത് ഉണങ്ങാൻ താമസം വന്നിണ്ടാവും, ഉണങ്ങിക്കഴിഞ്ഞപ്പോ സ്കാറായി. മനസ്സിലായോ? അതപ്പോ റിംഗ് മാസ്റ്ററെ സംബന്ധിച്ച് അതൊക്കെ കിട്ടും, കുറേശ്ശെ കിട്ടും. ഓക്കെ. വി ടോൾഡ് ഹിം, ഞങ്ങൾ അവനോട് പറഞ്ഞു.
വാട്ട് വി വാണ്ടഡ്, ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, മിസ്റ്റർ തോരറ്റിനോട് പറഞ്ഞു. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ്. ഷൂട്ടിംഗ് വേണ്ടത്, ഞങ്ങൾക്ക് ഷൂട്ടിംഗ് വേണ്ടത് നിയർ ഷിയോറി ഇൻ ബർവൂം. ബർവൂം എന്ന സ്ഥലത്ത് ഷിറൂറി എന്ന ആ ഒരു ലൊക്കേഷനിലേക്കാണ് ഞങ്ങൾക്ക് ഈ ടൈഗറിനെ വേണ്ടത് എന്ന് പറഞ്ഞു. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക്ക് ബാംബൂ ഗ്രോ. ബാംബൂ മരങ്ങളൊക്കെയുള്ള ഒരു കാട്ടിലെ ഒരു ഗ്രോവ്, ഒരു എന്താ പറയാ, ഒരു വലിയ ഇപ്പൊ ബാംബൂ വൃക്ഷങ്ങളൊക്കെ തൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഞങ്ങൾക്ക് ഈ ടൈഗറിനെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ. ഓൾ ദ അനിമൽ വാസ് ആൻ ഓപ്പൺ സ്പേസ്. all the animal was required to do was come out of the bamboo grove into an open space. ഈ ബാംബൂ വൃക്ഷങ്ങളൊക്കെ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ആ കാടിന്റെ ഉള്ളിൽ നിന്നും ഓപ്പൺ സ്പേസിലേക്ക് നടന്നു വരുന്ന എല്ലാ അനിമൽസും അങ്ങനെ നടന്നു വരുന്നതാണ് കാണിക്കേണ്ടത് ഷൂട്ടിങ്ങിൽ. അതെങ്ങനെ നടന്നു വരണം? പേസ് എന്ന് വെച്ചാൽ വോക്ക് ജെന്റിലി ഫോർ എ വൈൽ, വളരെ മാന്യമായിട്ട്, അല്ലെ? നമ്മള് ഈ കാട്ടിലൂടെയൊക്കെ ആനകൾ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരണത് കണ്ടിട്ടില്ലേ നിങ്ങള്? അതുപോലെ വളരെ മാന്യമായ രീതിയിൽ. ഓക്കെ. ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ. ഈ ക്യാമറയിലെ നോക്കിക്കൊണ്ട്, അല്ലെ, ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് ഈ വൃക്ഷത്തോപ്പിൽ നിന്നും ഓപ്പൺ സ്പേസിലേക്ക് നടന്നു വരുന്ന, വളരെ മാന്യമായ രീതിയിൽ നടന്നു വരുന്ന ഇവരെയാണ്, ഈ ആനിമൽസിനെയാണ് നമുക്ക് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞു. ദെൻ ഗോ ബാക്ക്. പുറത്തേക്ക് വരുന്നു, ക്യാമറയിലേക്ക് നോക്കുന്നു, നടന്നു വരുന്നു, അവറ്റ തിരിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ ഷൂട്ടിങ് എന്ന് പറഞ്ഞു. ഓക്കെ. Could a tiger from Bharat Circus do this job? ഞങ്ങൾ ചോദിച്ചു ആ തോരറ്റിനോട്, ഭാരത് സർക്കസിലെ ഈ ടൈഗറിന് ഇതിനൊക്കെ കഴിയോ എന്ന് ചോദിച്ചു. മിസ്റ്റർ തോരറ്റ് നോഡഡ്. ആവാലോ എന്ന് മറുപടി പറഞ്ഞു തോരറ്റ്. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? എത്ര കണ്ട് ദിവസത്തേക്കാണ് നിങ്ങൾക്ക് ഈ ടൈഗറിനെ ആവശ്യം എന്ന് ചോദിച്ചപ്പോ, ആസ്ക്ഡ് ദ മാനേജർ ചോദിച്ചപ്പോ മനസ്സിലായ കുട്ടികൾക്ക്. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? ഇങ്ങനെയൊക്കെയാ റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിക്കുക ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്ന്. ആസ്ക്ഡ് ദ മാനേജർ. മറുപടി നോക്കൂ. പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്. കണ്ടില്ലേ, ഷൂട്ടിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ആവശ്യമുള്ളൂ. കപ്പിൾ ഓഫ് അവേഴ്സ്, 2 മണിക്കൂറൊക്കെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. ഐ റിപ്ലൈഡ്, ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ. അത് ഏതിനു പുറമെയാണ്? ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷിയോറി. അല്ലേ? അങ്ങനെ നോക്കണം. ഞങ്ങൾക്ക് ഷൂട്ടിംഗ് 2 മണിക്കൂറേ വേണ്ടൂ, പക്ഷേ നിങ്ങളുടെ ഭാരത് സർക്കസിൽ നിന്നും ഈ സ്ഥലത്തേക്ക് അതിനെ ട്രാവൽ ചെയ്യണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകണ്ടേ? അങ്ങനെ വരുമ്പോ ഓൺ ബീയിങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ്സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ 2 days. അങ്ങനെ വരുമ്പോ 2 ദിവസത്തിനേക്കാൾ കൂടുതൽ എടുക്കില്ല. സത്യത്തിൽ 2 മണിക്കൂർ മതി ഷൂട്ടിംഗ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനുള്ള സമയമുണ്ടല്ലോ, അങ്ങനെ നോക്കുമ്പോ ഒരു 2 ദിവസത്തിനേക്കാൾ കൂടുതൽ എടുക്കില്ല എന്ന് പറഞ്ഞു. ദ മാനേജർ അഗ്രീഡ് ടു പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ് കേജ്. മാനേജർ ആ കൂട്ടില് ആ ടൈഗറിനെ കാണിച്ചു കൊടുത്തു. ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി. അതിനെ ലോറിയില് നമുക്ക് കയറ്റി അയക്കാം എന്ന് പറഞ്ഞു. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ ടൈഗർ. ആ കൂട്ടിൽ കിടക്കുന്ന ആ ടൈഗറിനെ നമുക്കൊന്ന് പോയി കാണാം എന്ന് പറഞ്ഞു. അപ്പോ
Do you think it's going to be easy to set the animal free in the bamboo grove? കണ്ടോ, വേറൊരു ചോദ്യം കണ്ടില്ലേ റിപ്പോർട്ടർ സ്പീച്ചിന്റെ? ഡു യു തിങ്ക്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി, വളരെ ഈസി ആണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രോവ്, ഒരു ബാംബൂ ഗ്രോവിലൊക്കെ ഒരു ആനിമലിനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഐ കുഡിന്റ് ഹെൽപ്പ് ആസ്കിങ്, ഈ വാചകത്തിന്റെ അർത്ഥം നോക്കണം. ഐ കുഡിന്റ് ഹെൽപ്പ് ആസ്കിങ്, ഞങ്ങൾക്ക് അങ്ങനെ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഇതിന്റെ, ഇതൊരു യൂസേജ് ആണ്. കുഡിൻ ഹെൽപ്പ് പ്ലസ് വെർബ് പ്ലസ് ING. കണ്ടില്ലേ, ഐ കുഡിന്റ് ഹെൽപ്പ് ആസ്കിങ്, എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഇതിന്റെ മീനിങ്. മനസ്സിലാവുന്നുണ്ട്? മിസ്റ്റർ തോരറ്റ് ഈ ചോദ്യം കേട്ടത് ഉടനെ തന്നെ ഒന്ന് വെളറി, ഫ്രോൺ ചെയ്തു, വെളറിപ്പോയി. അപ്പൊ അയാള് പറഞ്ഞു, ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. ഹി റിപ്ലൈഡ്, ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ. സ്വന്തമായിട്ട് ഞാൻ ഒരിക്കലും ഇതിനെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാറില്ല എന്ന് പറഞ്ഞു. കാര്യം ഇങ്ങോട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. സോ റിയലി ഐ ഡോണ്ട് നോ, സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാട്ടോ. നിങ്ങളിപ്പോ ടൈഗറിനെ ചോദിക്കുന്നുണ്ട്, വിട്ടുതരാൻ തയ്യാറാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ വർത്താനം പറയുമ്പോൾ ഞാൻ എന്താ പറയാ, എനിക്ക് അതിനെ പുറത്തേക്ക് ഇട്ടിട്ടുള്ള പരിചയങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കേട്ട വഴിക്ക് ഞങ്ങള് ആ മോച്ചായ നോക്കണം. വാട്ട് അല്ലേ, വേർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ. ഞങ്ങളുടെ എല്ലാ പ്ലാനുകളും ഒലിച്ചു പോയോ ഈശ്വര? കാരണം വന്നപ്പോ നല്ല സന്തോഷായിരുന്നു അല്ലേ, വന്നപ്പോ നല്ല സന്തോഷായിരുന്നു. എങ്ങനെയെങ്കിലും ഈ ഒരു ഭാരത് സർക്കസിലെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ കിട്ടിയല്ലോ. അപ്പോ വളരെ സന്തോഷമായതായിരുന്നു. പക്ഷെ വന്ന് സംസാരിച്ചു വന്നപ്പോ ഇതൊന്നും നടക്കില്ല എന്ന് തോന്നിയ അവസാനം. ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദ ആനിമൽ? അതെങ്ങനെയാ കാണിക്കുക? ഇപ്പൊ നിങ്ങള് പുറത്തേക്ക് ഇറക്കാറില്ല എന്ന് പറഞ്ഞു, തനിയെ പുറത്തേക്ക് ഇറക്കാറില്ല എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പൊ ടൈഗറിന്റെ കൂട്ടിൽ നിന്നും ടൈഗറിനെ ഇറക്കി. നിങ്ങൾ ട്രെയിനറാണ്, നിങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ ടൈഗർ ഒന്നും ചെയ്യില്ല. മറിച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ, ട്രെയിനറെ കാണിക്കാൻ പറ്റുമോ സിനിമയില്? ഒരു ടൈഗർ നടന്നു വരുമ്പോ പേടിക്കണ്ടേ മറ്റു രണ്ടുപേരും? ട്രെയിനർ കൂടിയുണ്ടെങ്കിൽ പേടിക്കില്ലല്ലോ. ട്രെയിനർ കൂടിയുണ്ടെങ്കിൽ അവിടെ വഴിപ്പോക്കന്മാര് പേടിക്കുവോ ടൈഗറിനെ കണ്ടാല്? ഇല്ല. അപ്പൊ ട്രെയിനർ എങ്ങനെ കാണിക്കുക? അപ്പൊ ട്രെയിനർ ഇല്ലാതെ തനിച്ച് ഈ ഇതിനെ പുറത്തേക്ക് ഇറക്കാനും പറ്റില്ല, ശരിയല്ലേ? ഹൗ കുഡ് ഗൂപ്പി ആൻഡ് ബാഗ ബി പെട്രിഫൈഡ്? പെട്രിഫൈഡ് എന്ന് വെച്ച ഭയപ്പാട്, ഭയം. ഹൗ കുഡ് ഗൂപ്പി ആൻഡ് ബാഗ ബി പെട്രിഫൈഡ് വിത്ത് ഫിയർ? വിത്ത് ഫിയർ, സത്യത്തിൽ പേടിച്ച് വരണ്ടണം ആരെ? ഗൂപ്പിയും ബാഗയും. If the supposedly ferocious animal, ferocious എന്ന് വെച്ചാൽ ആക്രമണകാരിയായ അനിമല് was accompanied by a man, അതിന്റെ കൂടെ ഒരു ട്രെയിനർ കൂടി ഉണ്ടെന്ന് പറയുമ്പോ ബാഗ, ഗൂപ്പി അവര് പേടിക്കുന്നില്ലല്ലോ, ട്രെയിനർ ഉണ്ടല്ലോ. പക്ഷെ അതങ്ങനെ സിനിമയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് പറയുന്നത്. No, we couldn't allow that to happen. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ അത് അനുവദിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വരെയാണ്, അവിടെ വരെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അപ്പൊ ഈ വീഡിയോസ് കൃത്യമായിട്ട് കേൾക്കണം, കഥ മനസ്സിലാക്കണം, വാചകം മനസ്സിലാക്കണം, അതിന്റെ യൂസേജ് മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു.